ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണേ. ഞാൻ നേരത്തെ പറയാറുണ്ടല്ലോ ഓഫ് ഡേ തന്നെ ഞാൻ ലേറ്റായിട്ട് എഴുന്നേക്കുന്നത്. കാരണം രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നല്ലേ. 6 AM വീട്ടിൽ നിന്ന് പോകണം. 7 to 7 ആണ് ജോലി. 7 AM to 7 PM. അപ്പോൾ ഓഫ് ഡേ കിടന്ന് കുറച്ച് ഉറങ്ങാം. ബ്രഷിങ്ങൊക്കെ ഒന്ന് മാറ്റും. പിന്നെ രാവിലെ എഴുന്നേറ്റ് ബ്രഷിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു സ്കിൻ കെയർ, വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ചെയ്യുന്ന സ്കിൻ കെയർ നിങ്ങളെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നാട്ടിലിപ്പം മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് എല്ലാവരുടെയും ചൂടൊക്കെ പോയി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനൊരു സ്പെഷ്യൽ ടൂത്ത് ബ്രഷ് കൊണ്ടാണ് ബ്രഷ് ചെയ്യുന്നത്, പല്ല് ബ്രഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ ആ ബ്രഷ് ഒന്ന് കാണിക്കാവേ. അപ്പോൾ ഇതാണ് ആ ബ്രഷ്. ഇത് കണ്ടത് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ റൗണ്ടായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പല്ല് നമുക്കിങ്ങനെ അകത്തോട്ടെല്ലാം നമുക്കിങ്ങനെ കയറിപ്പോയത് നമുക്ക് നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും. മറ്റേ നോർമൽ ബ്രഷ് പോലെ അല്ല ഇത്. ഇതിങ്ങനെ റൗണ്ട് ആയതുകൊണ്ട് നമുക്കിങ്ങനെ നല്ലതായിട്ട് പല്ല് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ 2 ബട്ടൺ ഉണ്ട് ഇവിടെ. ഈ മുകളിലത്തെ നമുക്ക് ഓൺ ചെയ്യാം. അങ്ങനെ ഓൺ ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. നമ്മൾ ഈ ഡെന്റിസ്റ്റിൻ്റെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യാനൊക്കെ പോകത്തില്ലേ, അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സൗണ്ടല്ലേ. പിന്നെ ആ സൗണ്ടാണ്. ഇവിടെ 2 ബട്ടൺ ഉണ്ട്. ആദ്യത്തേത് ഓൺ ചെയ്യുക, രണ്ടാമത്തെ ഓഫ് ചെയ്യുക. നല്ലൊരു ബ്രഷാണ്. പിന്നെ ഞാൻ ഈ ഒരു ഫേസ് വാഷ് കൊണ്ട് ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തു. ഇത് വാട്ടർമെലോൺ ഡെയിലി ക്ലെൻസറാണ്. അത് ഹൈഡ്രേറ്റ് സ്കിൻ വിത്ത് വാട്ടർമെലോൺ എക്സ്ട്രാക്റ്റ്, ലീവ് സ്കിൻ ഹൈഡ്രേറ്റഡ് ആൻഡ് ഫ്രഷ്. അതിനകത്ത് കുറേ സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. നല്ലതാണ്, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഒരു ഫേസ് ലോഷൻ അപ്ലൈ ചെയ്യും. അത്രേ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ചെയ്യാറുള്ളൂ. പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. ഇപ്പം ഇവിടെ ഇപ്പം ചൂട് തുടങ്ങി, നാട്ടിലിപ്പം മഴ തുടങ്ങി. ഞങ്ങളിപ്പോൾ ചൂടിലേക്ക് പോവാണ്, സമ്മറിലേക്ക് പോവാണ്. അപ്പം നമ്മൾ സൺസ്ക്രീനൂടെ അപ്ലൈ ചെയ്യും. പക്ഷേ ഇന്നിവിടെ നന്നായിട്ട് തണുപ്പ്, ഇന്നലെ രാത്രിയിലൊക്കെ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ചൂടിപ്പോൾ ഇല്ല. പക്ഷേ ഈ ലൈറ്റിൻ്റെ ചൂടായാലും മതി, നമ്മുടെ സ്കിന്നിന് അഴുക്കാണ്. അപ്പോൾ എൻ്റെ സ്കിന്നാണ് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പം നമുക്കൊരു ഫേസ് ലോഷൻ പിന്നെ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ എനിക്കിന്ന് ഹെന്ന തലയിൽ അപ്ലൈ ചെയ്യണേ. അതുകൊണ്ട് ഞാനിവിടെ ഹെന്ന ഇന്നലെ രാത്രി തന്നെ എല്ലാം നമ്മുടെ ചായവെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മുടെ നെല്ലിക്ക പൗഡറും എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഈ നുപൂറിൻ്റെ ഹെന്നയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് ഏത് ഹെന്നയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെ ഹെയറിന് കളർ വരുന്നതെന്നൊക്കെ. അപ്പം ഞാൻ എന്താണ്ട് ഈ ഹെന്നയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ ആംല പൗഡർ, ഇതാണ് നെല്ലിക്ക പൗഡർ. ഇതും ഞാൻ ഈ ഹെന്നയ്ക്കകത്ത് മിക്സ് ചെയ്യും. എന്നോട് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഞാനൊരു ഹെന്നയുടെ ഒരു ഫുൾ വീഡിയോ, ഡീറ്റെയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പം ഞാൻ ഹെന്ന ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ നേരത്തെ ഇതിനകത്ത് ഞാൻ കുറച്ച് ഉലുവ പൗഡർ, തൈര്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ തലയിലോട്ട് തേച്ചൊരു 5-6 മണിക്കൂർ വെക്കും. എന്നിട്ടാണ് കഴുകിക്കളയും. ഇന്ന് എനിക്ക് ഒരിടത്തും പോകാനില്ല, കുക്കിംഗ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് തലയിൽ അപ്ലൈ ചെയ്യാവുന്ന, കാരണം അടുത്ത ആഴ്ച ഞങ്ങൾക്കൊരു കല്യാണമൊക്കെ ഉണ്ട്. അപ്പം മുടിയൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഈ ഹെബെല്ലയുടെ ഫേസ് ക്രീമാണേ. അപ്പോൾ ഹെബെല്ലയുടെ ഈ ഫേസ് ലോഷനാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു US ബ്രാൻഡാണ്. ഇതിലടങ്ങിയ ഇൻഗ്രീഡിയൻസും എല്ലാം ആയിട്ട് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടൊരു ഷോർട്സ് ആണെന്ന് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പം നമുക്ക് ഈ ലോഷൻ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ലൈറ്റ് പീച്ച് കളർ പോലെ ഇരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തു. നല്ല തണുപ്പാണ് കേട്ടോ ഇതിന്. എന്നിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ചിക്കുവാണേ, നാട്ടിലെ ഞങ്ങളുടെ പട്ടിക്കുട്ടനാണ്. ഞങ്ങളിങ്ങനെ കമ്പ്യൂട്ടറിൽ പിക്ചർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ചിക്കുവിൻ്റെ പിക്ചർ വന്നപ്പോൾ ഞാൻ ഓർത്തതോടെ എടുക്കാവുന്നു.
അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കോഫി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിങ്ങനെ മിൽക്ക്, ഞങ്ങളിങ്ങനെ ക്യാനിനകത്താണ് മിൽക്ക് വാങ്ങിക്കുന്നത്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ക്യാനിലെ മിൽക്ക് കൊണ്ട് നമുക്ക് നമ്മുടെ കോഫി ഉണ്ടാക്കാം. ഇവിടുത്തെ ഈ മിൽക്ക് ഇങ്ങനെ ജാറിനകത്ത് നമ്മൾ വാങ്ങിച്ചാൽ കുറേ ദിവസം ഇരിക്കും കേട്ടോ. ഇത് എക്സ്പിറേഷൻ ഡേറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ എല്ലാ ഡീറ്റെയിലും അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ ദിവസം ഇരിക്കും. തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് ദിവസം ഇരിക്കും കേട്ടോ. നാട്ടിലെ പോലെ പാല് പോലെ പെട്ടെന്ന് അഴുക്കാകത്തില്ല. ഇത് ജസ്റ്റ് മൈക്രോവേവിലോട്ട് വെച്ച് ഞാൻ ചൂടാക്കത്തേ ഉള്ളൂ. ഇതിലോട്ട് നമ്മൾ കോഫി പൗഡർ ഇട്ട് കൊടുക്കും, അത്രയേ ഉള്ളൂ. നമ്മുടെ പാനിനകത്ത് വെച്ച്, നമ്മുടെ സോസ് പാനില്ല, അതിനകത്ത് വെച്ച് കോഫി ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പോയപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ചൂടാക്കി എടുത്ത കോഫി പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും 2 കപ്പ് കോഫി, അത്രയേ ഉള്ളൂ പരിപാടി. ഈസി അല്ലേ? അപ്പോൾ അത് മൈക്രോവേവിലേക്ക് വെച്ചു. 1.5 മിനിറ്റ് കൊണ്ട് നമ്മുടെ പാൽ തിളച്ച് വരും. അപ്പോൾ അതിലേക്ക് പൊടി ഇട്ടാൽ മതി. ഇത് ഫാറ്റൊക്കെ മാറ്റി, ഇത് 2% മിൽക്കാണ്. അധികം ഫാറ്റ് ഇല്ലാത്ത മിൽക്കാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിലെ കിട്ടും, ഫാറ്റ് ഉള്ളതും ഫാറ്റ് ഇല്ലാത്തതും തീരെ ഫാറ്റ് ഇല്ലാത്തതും. അപ്പം ഞങ്ങൾ 2% മിൽക്കാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ പാൽ ഇവിടെ തിളച്ച് പൊങ്ങി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ നെസ്കഫേയുടെ ടേസ്റ്റേഴ്സ് ചോയ്സ് എന്ന് പറഞ്ഞ നല്ല അടിപൊളി കോഫി പൗഡറാണ്. ഇത് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മുടെ കോഫി നമ്മൾ റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ കോഫി ഇവിടെ റെഡിയാക്കി. ഇപ്പം മോർണിംഗിൽ ഞാൻ ഓഫുള്ളപ്പോൾ വലിയ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും കഴിക്കത്തില്ല, ഓൺലി സ്നാക്സ്. അപ്പം ഞാനിവിടെ കേക്ക് റസ്ക്, മിൽക്ക് റസ്ക്, പിന്നെ നമ്മുടെ ബേബി മുറുക്കുണ്ട്, അച്ചപ്പം, കൊഴലപ്പം, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ എല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കത്തില്ല. അങ്ങനെ കോഫി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലോട്ട് ഫോൺ ചെയ്യണം. അപ്പം നാട്ടിലോട്ട് നമ്മുടെ ഫോൺ വിളിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ ബാക്കിയാടൂടെ കാണിക്കാം. പിന്നെ നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യണം. അങ്ങനെ നാട്ടിലോട്ടുള്ള ഫോൺ വിളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയാടിലോട്ട് പോയാലോ. നിങ്ങളെ ഞാൻ നമ്മുടെ കൃഷിയൊക്കെ ഒന്ന് കാണിക്കാം, എവിടം വരെ ആയെന്ന്. അപ്പോൾ ഞാൻ നിങ്ങളെ ഈ ബാക്കിയാടൊക്കെ ഒന്ന് കാണിക്കാവേ. ഇവിടെ എല്ലാം നല്ല ക്ലീൻ ആക്കി. നമ്മുടെ ഇവിടെ ചേമ്പൊക്കെ വളർന്നു വരുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ ഉണ്ടായി വന്നാണ്. പിന്നെ ഇവിടെ കുറച്ച് ചേമ്പോടെ വെച്ചു. പിന്നെ ഇവിടെ വെണ്ടയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം ആയി വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ പയറ്, പാവല് എല്ലാം ആയി വരുന്നു. ഞങ്ങൾ ഒരു സൈസ് നൂല് പോലെ ഒരു സാധനം, ഒരു കയറ്, ഇങ്ങനത്തെ ഒരു സാധനമാണേ. ഇത് നമ്മൾ മുകളിലോട്ട് കയറാൻ വേണ്ടി എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് മുകളിലോട്ട് കയറി വരാൻ. പിന്നാണെങ്കിൽ ഇവിടെ പടവലമുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് പടവലം വെച്ചു. പിന്നെ ഇവിടെ നമ്മുടെ കോവയ്ക്ക, അതാണ് മുകളിലോട്ട് കയറാൻ തുടങ്ങി. ഇനി കുറച്ച് ഒരു 1 മന്ത് കഴിയുമ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ മുകളിൽ വരും. എല്ലാം കണ്ട നമ്മൾ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മുടെ മുരിങ്ങയൊക്കെ നിൽക്കുന്നത്. എനിക്ക് ഇങ്ങനെ കൃഷിയൊക്കെ തുടങ്ങിയാൽ പിന്നെ എൻ്റെ പണി എന്നാന്ന് വെച്ചാൽ രാവിലെ ഇറങ്ങി എല്ലാത്തിനും നോക്കണം. മുരിങ്ങ ചിലതൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചിലതൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് മുരിങ്ങയ്ക്കൊക്കെ പെട്ടെന്ന് അവിടെ ആയിക്കോളും. അപ്പം മുരിങ്ങയെല്ലാം നമ്മൾ ചട്ടി വെച്ചിരിക്കുകയാണ്. ആ ചട്ടിക്ക് അത് ഞാൻ കുറ്റിപ്പയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹൈറ്റുള്ള ചട്ടി ആയതുകൊണ്ട് കുറ്റിപ്പയർ ഇങ്ങനെ അതിനകത്ത് ഉണ്ടായിട്ട് പയറിങ്ങനെ തൂങ്ങി താവട്ട് കിടന്നോളും. അപ്പം മണ്ണ് പറ്റാതിരിക്കണം, ഇങ്ങനെ ഹൈറ്റുള്ള ചട്ടി വേണം. അപ്പം അതിനകത്തെല്ലാം വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ കുഴിച്ച് വെച്ചതിൻ്റെ ബാക്കിയായി നിൽക്കുന്നത്. എവിടെയെങ്കിലും പോയാൽ വെച്ച് കൊടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയെല്ലാം വെച്ച് കൊടുത്തു. കരിയാപ്പൊക്കെ ഞാനെല്ലാം ഒടിച്ച് കളഞ്ഞു. ഞാനത് പൊട്ടിക്കിളത്ത് വരുന്നു. നാരോ എല്ലാം വെട്ടിക്കളഞ്ഞെല്ലാം പൊട്ടിക്കിളത്ത് വരുന്നു. പിന്നെ അവിടെ കണ്ടില്ലേ കുറച്ച് വാളവരപ്പയർ നട്ടതാണ്. വാളവരെല്ലാം ചട്ടിക്കധികം വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതൊരു ചേനയാണേ. ചേന ഞാൻ പോയെന്ന് ഓർത്തായിരുന്നു, പക്ഷേ എനിക്ക് ചേന തേൻ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ചേന ഇങ്ങനെ ചട്ടിക്കകത്തോട്ടാക്കി കൊടുത്തു. പിന്നെ ഇവിടെ ഞാൻ എപ്പോഴും കാണിക്കാറുണ്ടല്ലേ നമ്മുടെ ആപ്പിൾ ട്രീ, നമ്മുടെ ഗ്രേപ്സ്,
എല്ലാം പൊട്ടിക്കിളച്ചതാണ്, പന്തലോട്ട് പടരാൻ തുടങ്ങി. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് വെള്ളരി വെച്ചു, ഇവിടെ കുമ്പളം വെച്ചു. അപ്പം ഞാൻ ഓർത്ത് ഈ പന്തലുണ്ട് ഇവിടെ, ഈ ഗ്രേപ്സിൻ്റെ പന്തലുണ്ട്, പിന്നെ ഇവിടെ ഒരു മരമുണ്ട്, ഇതേ കൂടെ ഇങ്ങനെ കയറ്റി വിടാമെന്ന് വിചാരിച്ചു. ഞാൻ എല്ലാ വർഷവും അങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബാക്ക് യാർഡിലെ പരിപാടികൾ. ഇവിടെ നമുക്കറിയാമല്ലോ, ഇവിടെ ഇങ്ങനെ ഫെൻസാണ് വെക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ മതിലല്ല, ഇങ്ങനെ ഫെൻസാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. അപ്പം നിങ്ങൾക്ക് ബാക്ക് യാർഡൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങണം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് കാണിക്കാവേ. ഞാൻ ഇങ്ങനത്തെ നമ്മുടെ ഈ റെഡ് കളറുള്ള പയറുണ്ടല്ലോ, വൻപയർ എന്ന് ഞങ്ങൾ പറയും. വൻപയർ ഞാൻ തോരൻ വെക്കാൻ വേണ്ടി ഇന്നലെ തന്നെ ഞാൻ വെള്ളത്തിയിട്ട് വെച്ചായിരുന്നു. പിന്നെ എനിക്ക് സാമ്പാർ ഉണ്ടാക്കണം, ഞാൻ പരിപ്പും വെള്ളത്തിയിട്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വെള്ളത്തിയിടുവാണെങ്കിൽ ഞാൻ കുക്കായിക്കോളും. പിന്നെ ബ്രോക്കളി തോരൻ ഉണ്ടാക്കണം. ക്യാബേജ് ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇന്നലെ ഫുഡ് പ്രോസസ്സറിലിട്ട് കട്ട് ചെയ്ത് വെച്ചു എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും തോരൻ ഉണ്ടാക്കണം. പിന്നെ എനിക്ക് ഫിഷ് കറി, മമ്മി ഫിഷ് കറി ഉണ്ടാക്കിയപ്പം തന്നായിരുന്നു. അപ്പോൾ ഫിഷ് കറി ഇരിപ്പുണ്ട്, പിന്നെ ബീഫ് ഉണ്ടാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അത്രയുണ്ട്. പിന്നെ നമുക്ക് ഈ വെജിറ്റബിളോടെ വെച്ചാൽ മതി. പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, നാളെ ജോലിയുണ്ട്, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ ഞാൻ അവിടുത്തെ കുക്കിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഹെന്ന ഇടണം, അല്ലെങ്കിൽ സമയം പെട്ടെന്ന് പോകും. അപ്പോൾ ഞാനിവിടെ പയർ വെച്ചിട്ടുണ്ട്. പയർ ഞാൻ നല്ലതായിട്ട് കഴുകിയിട്ടുണ്ട്, കുക്കാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ പരിപ്പ് വെച്ചു, കുക്കറിലാണ് പരിപ്പ് വെച്ചത്. അപ്പോൾ നമുക്ക് കുക്കറിലോട്ടൊക്കെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുക്കാവട്ടെ. എന്നിട്ട് ഞാൻ തലയിൽ പോയി ഹെന്ന ഇടാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ഉലുവാപ്പൊടിയും തൈരും നമ്മുടെ ഹെന്നായിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് തലമുടിയിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഉലുവാപ്പൊടി ചേർക്കുന്നത് നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും മുടി വളരാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ഈ താരനുള്ളവരുടെ താരനൊക്കെ പൊക്കോളൂ. എനിക്ക് താരനൊന്നുമില്ല തലയിൽ. ഞാനിത് തേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് തലയ്ക്ക് തണുപ്പ് കിട്ടാനും, എൻ്റെ തലയ്ക്ക് പൊതുവെ ചൂട് കൂടുതൽ, അപ്പം നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും മുടി നല്ലതായിട്ട് വളരാനും സോഫ്റ്റ് ആകാനും ഒക്കെ നല്ലതാണ്. അപ്പം ഞാൻ എല്ലാം അപ്ലൈ ചെയ്തിട്ട് കാണിക്കാവേ. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് ഇവിടെ കുക്കായി, പയറിവിടെ കുക്കായിക്കൊണ്ടിരിക്കുന്നു, ഓൾമോസ്റ്റ് ആയി. അപ്പോൾ ഞാനിവിടെ ഹെന്ന ഇട്ട് കഴിഞ്ഞ് ഒരു ഹെയർ ക്യാപ്പ് വെക്കാൻ പോവാം. എന്തായാലും പിന്നെ വെള്ളത്തും പറ്റുമെന്നൊന്നും പേടിക്കണ്ടല്ലോ. അപ്പം ഞാൻ ഒരു ഹെയർ ക്യാപ്പ് ഇട്ട് കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഹെയർ ക്യാപ്പ് ഇട്ട് കവർ ചെയ്തു. പിന്നെ നേരത്തെ ഇട്ടിരുന്ന ടീഷർട്ടൊക്കെ മാറ്റി വേറൊരെണ്ണം ഇട്ടു, അല്ലെ നമ്മുടെ ടീഷർട്ടെല്ലാം അഴുക്കാവും. അപ്പം ഹെന്ന ഇടുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും, ഞാനിതാ എപ്പോഴും ഹെന്ന ഇടുമ്പോൾ എനിക്കിങ്ങനെ 2-3 ഉണ്ട്, അതിങ്ങനെ മാറി ഇടും, അല്ലെ നമ്മുടെ ഡ്രസ്സെല്ലാം അഴുക്കാവും. അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടരാം. അപ്പോൾ ഇതിൻ്റെ പരിപ്പ് കുക്കായേ. ഇതോട് ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങക്കോല്, നമ്മുടെ മുരിങ്ങ തന്നെ ഉണ്ടായ മുരിങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് ഫ്രീസറിൽ. ആ മുരിങ്ങക്കോല്, പിന്നെ ചേമ്പിട്ടു, കുഞ്ഞ് ചേമ്പ്, നല്ല സാമ്പാറിനൊരു കൊഴുപ്പ് വരത്തുള്ളൂ, അതുകൊണ്ട് ചേമ്പിട്ടു. പിന്നെ പുളി ഇട്ടു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയാണേ, വാളൻപുളി, അതിട്ടു. പിന്നെ ഒരു ടൊമാറ്റോ ഇട്ടു. പിന്നെ ഞാൻ 2 ചെറിയ മീഡിയം സൈസിൽ 2 സവോള ഇട്ടു. പൊട്ടറ്റോ ഇട്ടു, ഒരു 3-4 പൊട്ടറ്റോ ഇട്ടു, അത് മീഡിയം സൈസിലായിരുന്നു, അതിട്ടു. പിന്നെ കുറച്ച് കുമ്പളങ്ങ ഉണ്ടായിരുന്നേ, കട്ട് ചെയ്ത് വെച്ചിരുന്നത്, കുമ്പളങ്ങ ഇട്ടു. കുറച്ച് വെള്ളരിക്ക ഇട്ടു. പിന്നെ പടവലങ്ങയുടെ കുറച്ചുണ്ടായിരുന്നു, അതിട്ടു. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന കഷ്ണങ്ങളൊക്കെ ഇട്ടു. പിന്നെ ക്യാരറ്റ് ഇട്ടു. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ നമുക്ക് ഇത്രയും ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒറ്റ വിസിലടിച്ചാൽ മതി, അപ്പോൾ റെഡിയാവും. നമുക്കിങ്ങനെ ചിരണ്ടിയ തേങ്ങ വാങ്ങിക്കാൻ കിട്ടുവേ. അപ്പം ഞാനിവിടെ വാങ്ങിച്ചത് ഡെയിലി ഡിലൈറ്റിൻ്റെയാണ്. ഇങ്ങനെ പല ബ്രാൻഡിൻ്റെ കോക്കനട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഞാൻ ഇടയ്ക്ക് ഹോൾ കോക്കനറ്റും വാങ്ങിക്കാറുണ്ട്, പിന്നെ ഇതും വാങ്ങിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ പാക്കറ്റിലെ കോക്കനട്ടാണ് ഇന്ന് കറിക്കൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ക്യാബേജ് ഞാൻ ഇതാണ് ഇടാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സാധാരണ ക്യാബേജ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ക്യാരറ്റും കൂടി ആഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ക്യാരറ്റ് ഇല്ലായിരുന്നു, ക്യാരറ്റ് വാങ്ങിക്കാനും മറന്നുപോയി.
അപ്പോൾ ക്യാബേജ് തന്നെ ഉണ്ടാക്കി. ഞാൻ റെയറായിട്ട് ഇങ്ങനെ ചെയ്യാറുള്ളൂ. പിന്നെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാറിനകത്ത് ഞാൻ യൂസ് ചെയ്തത് ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൗഡറാണ്. ഉണ്ടോ, ബ്രാഹ്മിൻ സാമ്പാർ പൗഡറാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇനി ഇതിനകത്ത് എനിക്ക് കടുക് പൊട്ടിച്ചാൽ മതി. ഞങ്ങൾ കോട്ടയംകാർ കടുക് പൊട്ടിക്കുക എന്നാണ് പറയുന്നത്. ചിലരൊക്കെ കടുക് താളിക്കുക ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ കടുക് പൊട്ടിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് കടുക് പൊട്ടിക്കണം. പയർ കുക്കായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെയും കൂടെ നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ അങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ കടുക് പൊട്ടിക്കാനായിട്ട് ഞാനൊരു കുഞ്ഞു പാൻ വെച്ച് കൊടുത്തേ. അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറി ലീഫ് ഇട്ട് കൊടുക്കാവേ. ഞങ്ങളിവിടെ കനോല ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ കോക്കനട്ട് ഓയിൽ റെയറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൂടുതലും നമ്മൾ കനോല ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ ജാറിനകത്ത് വാങ്ങിക്കാൻ കിട്ടും കനോല ഓയിൽ. ഞങ്ങളിങ്ങനെ വാങ്ങിച്ചു വെക്കും. ആ 2 നമ്മൾ സാംസിയിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ 2 ഇങ്ങനെ ഒരുമിച്ച് വാങ്ങിച്ചു. സാംസിൽ ഇങ്ങനെ ബൾക്കായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ കനോല ഓയിൽ. ഞാനിപ്പം പോയി നമ്മുടെ കരിയാപ്പേൻ്റെ പറിച്ചുകൊണ്ട് വന്നതാണ് ഈ നമ്മുടെ കരിയാപ്പില. അപ്പോൾ ഇത്രയും നാളും നമ്മുടെ തണുപ്പത്തെല്ലാം നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്ന കരിയാപ്പിലയായിരുന്നു യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കരിയാപ്പിനെയൊക്കെ പുറത്തിറക്കി എല്ലാം പൊട്ടിക്കെടുത്തതുണ്ട്. നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറി ലീഫ് കിട്ടിയേ. ഇനി നമുക്ക് നമ്മുടെ കടുക് പൊട്ടിക്കുന്നതിനോട് ആഡ് ചെയ്യാം നമ്മുടെ സാമ്പാറിനകത്ത് ഇടാനായിട്ട്. അപ്പം നമ്മുടെ കടുകൊക്കെ ഇവിടെ പൊട്ടി റെഡി ആയിട്ടുണ്ട്. കരിയാപ്പിലയൊക്കെ റെഡിയായി. നമുക്കിത് നമ്മുടെ സാമ്പാറിലേക്ക് ആഡ് ചെയ്യാവേ. അപ്പോൾ ഇവിടെ ആഡ് ചെയ്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഉപ്പ് ആഡ് ചെയ്തായിരുന്നു. ആ ഉപ്പും നമ്മുടെ ആവശ്യത്തിന് ഉപ്പുണ്ടെന്ന് നോക്കണം. ഇല്ലെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് റെഡിയാക്കി എടുത്താൽ മതി. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി. അങ്ങനെ ലഞ്ച് ടൈമായി. ഞാൻ പയർ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അന്നത്തേക്കിന് എനിക്ക് വിശന്ന് പോയി. സമയം ഓൾമോസ്റ്റ് 2 o'clock ആയി. അപ്പോൾ ഇവിടെ നമ്മുടെ കുത്തിരി ചോറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സാമ്പാർ, ക്യാബേജ്, ഇത് നമ്മുടെ കോളിഫ്ലവർ തോരനാണ്. പിന്നെ ചിക്കൻ കറി നമ്മുടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അത്രയും കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. ലഞ്ച് കഴിക്കുക. പിന്നെ എനിക്ക് ഫിഷ് കറി മമ്മിയുടെ കൊണ്ടുവന്ന ഫിഷ് കറി ഇരിപ്പുണ്ട്. പിന്നെ വേറൊരു ടൈപ്പ് ചിക്കൻ കറി മമ്മി ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഓർത്ത് എല്ലാം കൂടി എടുക്കണ്ടാന്ന്. അപ്പോൾ ഇത്രയും മതി. ഇത് തന്നെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇനി ലഞ്ചൊക്കെ കഴിച്ചിട്ട് പയറിന് റെഡിയാക്കണം. പിന്നെ എനിക്ക് നാളെ ജോലിക്ക് കൊണ്ടാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതൊക്കെ ഇത് കഴിച്ചിട്ട് ചെയ്യാം. ഇവിടെ ജോലിക്ക് കൊണ്ടുപോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കി. ഞാൻ 3 കുറ്റി പുട്ടുണ്ടാക്കി. കുറച്ച് എക്സ്ട്രാ കൂടി ഉണ്ടാക്കിയതാണ്. ഇനി നമുക്ക് പയർ മാത്രം ഉണ്ടാക്കിയാൽ മതി. പയർ കുക്കായിട്ടിരിക്കുവാണ്. അതിന് അരപ്പ് ചേർത്ത് ഒന്ന് കടുക് പൊട്ടിച്ചാൽ മതി. അതോടെ നമ്മുടെ പണികളെല്ലാം കഴിയും. പിന്നെ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് തുണി കഴുകാനിട്ടായിരുന്നു. അതിലെടുത്ത് ഡ്രയറിലിട്ട് രണ്ടെല്ലാം നല്ല ഉണങ്ങി റെഡിയായിരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. പിന്നെ ഞാൻ ഓരോരുത്തർക്കൊക്കെ സീഡ് വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഫ്രണ്ട്സൊക്കെ അവർക്ക് കൊടുക്കാനുള്ള സീഡൊക്കെ ഞാനിവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സിപ്ലോക്ക് ബാഗുകളിൽ എടുത്ത് വെക്കുമായിരുന്നു. അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഞങ്ങളുടെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു നെയ്ബർ അങ്കിൾ വന്നായിരുന്നു. അങ്കിളിന് കുറച്ച് കുറ്റിപ്പേരൻ്റെ സീഡ് വേണമായിരുന്നു. അത് അങ്കിൾ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് റെഡ് ചീരയില്ലായിരുന്നു. അങ്കിൾ എനിക്ക് റെഡ് ചീരയുടെ കുറച്ച് തൈ കൊണ്ടുവന്ന് തന്നു. പിന്നെ ഞാൻ ബാത്റൂമൊക്കെ ഹെന്നായിട്ട് കഴിഞ്ഞൊന്ന് ക്ലീൻ ചെയ്തു. അങ്ങനെ കുറേ പണികളൊക്കെ ചെയ്തു. അതോടെ ഓൾമോസ്റ്റ് ഓഫ് ഡേ തീരാറായി. അപ്പോൾ ഹെന്നായിട്ടിട്ട് ഇപ്പോൾ ഒരു 6 മണിക്കൂറോളമായി. ഇനി കുളിക്കണം. അതൊക്കെ കഴിയുന്നതോടെ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നാളെ ജോലിയുണ്ട്. അങ്ങനെ നമ്മുടെ പയർ തോരനും ഞാനിവിടെ ഉണ്ടാക്കി. അപ്പോൾ കൂടുതലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫ്രീസറിലേക്ക് മാറ്റാൻ വേണ്ടി ഈ ബോക്സിൽ വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ കുക്കിംഗ് എല്ലാം ഇവിടെ കഴിഞ്ഞു. അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.